മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിത വൈജയുടെ കൂടെ കിടന്നുറങ്ങുകയും അമ്മയോട് തന്റെ സ്നേഹപ്രകടനം ഒരുപാട് കാണിക്കുകയും ചെയ്യുകയാണ് ബബിത. അതിനിടയിൽ അലിന ചേച്ചി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ചും അലിന ചേച്ചിയാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്നും ബബിത വൈജയന്തിയെ അറിയിക്കുന്നു. ഇതറിഞ്ഞ വൈജയന്തി അലീനയോട് നന്ദി പറയുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൃഷ്ണജ സ്കൂളിലും വൈജയന്തി കോളേജിലും പോയി കഴിഞ്ഞ ശേഷമാണ് ശിവശങ്കരൻ വൈജയന്തിയുടെ വാടക വീട്ടിലെത്തിയത്. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഹോൺ കേട്ട് ബബിത ഇറങ്ങിച്ചെന്ന് തുറന്നു കൊടുത്തു. ശിവശങ്കരന് മുറ്റത്തേക്ക് കാർ കയറ്റി. അപ്പോൾ തന്നെ റിവേഴ്സ് എടുത്ത് തിരിച്ചിട്ടു. അങ്കിൾ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ട് വന്നതാണോ? ബബിത ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അർജന്റായിട്ട് എങ്ങോ പോകാനുള്ള പോലെ അങ്കിൾ കാർ തിരിച്ചിട്ടല്ലോ. ആ, പോകാൻ ധൃതിയുണ്ട്. എന്നാലും നീ ഒരു ചായ തന്നാൽ കുടിക്കാം. എന്നാൽ അങ്കിൾ കയറിയിരിക്ക്, ഞാൻ ഇപ്പൊ തന്നെ ചായ എടുക്കാം. ബബിത വേഗം കിച്ചണിലേക്ക് പോയി. ഇരിപ്പുമുറിയിലെ സെറ്റിയിൽ 1/2 മിനിറ്റേ ശിവശങ്കരൻ ഇരുന്നുള്ളൂ. അയാൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു. ബബിത ചായക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കുന്നതേയുള്ളൂ. നീ അലീനയുടെ കൂടെ പോയി നിന്ന് പാചകമെല്ലാം നന്നായിട്ട് പഠിച്ചു എന്ന് ജയന്തി പറഞ്ഞു. പഠിച്ചു അങ്കിളെ. പാചകം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഫ്രിഡ്ജ് തുറന്ന് പാൽ പാക്കറ്റ് എടുത്തുകൊണ്ട് ബബിത പറഞ്ഞു. അതെന്തൊക്കെയാണ് ഒത്തിരി കാര്യങ്ങൾ? ശിവശങ്കരൻ അവളെ സൂക്ഷിച്ചു നോക്കി. ബബിത സ്ലാബിലേക്ക് ചാരി അയാൾക്ക് അഭിമുഖമായി നിന്ന് പുഞ്ചിരിച്ചു. ക്ഷമിക്കാൻ പഠിച്ചു, സ്നേഹിക്കാൻ പഠിച്ചു, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ പഠിച്ചു, മനുഷ്യരോട് പെരുമാറാൻ പഠിച്ചു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും തളരുന്നവരെ താങ്ങി നടത്താനും പരസഹായം ആവശ്യമുള്ളവരെ സഹായിക്കാനും. അങ്ങനെ പറഞ്ഞാൽ തീരില്ല അങ്കിളെ. അഭിനയിക്കാനും പഠിച്ചു കാണുമല്ലോ. അത് ഞാൻ കടപ്പാട്ടൂര് വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബബിത അയാളുടെ നേർക്ക് പാളി നോക്കിയിട്ട് പറഞ്ഞു. അതും അലീനയാണോ പഠിപ്പിച്ചത്? അല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയ സിദ്ധിയ. വെള്ളം തിളച്ചു തുടങ്ങി. ബബിത അതിൽ ചായപ്പൊടി ഇട്ടു. സ്റ്റാൻലി ആരാണെന്ന് നിനക്കറിയാമായിരുന്നോ? അറിയാം. അവൾ സ്പൂണിട്ട് ചായപ്പൊടി നന്നായി ഇളക്കി കൊടുത്തു. ആരാ? നീലഗിരിയിലെ അങ്കിളിനെ പോലെ തന്നെ, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ. സ്റ്റാൻലിയും അലീനയും തമ്മിൽ എന്താണ് ബന്ധം? നീ കുറെ നാൾ അവരോടൊപ്പം താമസിച്ചതല്ലേ. അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം. ബബിത തിരിഞ്ഞ് വളരെ ലളിതമായി തന്നെ പറഞ്ഞു. എന്നുവെച്ചാൽ സ്റ്റാൻലിയുടെ മകളാണ് അലീന എന്നോ? അതെ. ബബിത പാൽ കവറിന്റെ മൂല കത്രിക കൊണ്ട് വെട്ടിയ ശേഷം സോസ്പാനിലേക്ക് പാലൊഴിച്ചു. ആര് പറഞ്ഞു നിന്നോട് മകളാണെന്ന്? സ്റ്റാൻലിയോ അലീനയോ? അലീന ചേച്ചി. എന്നിട്ട് അക്കാര്യം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്നോടും ജയന്തിയോടും. ഞാനിതിനാ പറയുന്നേ, അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ. മുൻപ് ഇവിടെ നിന്ന വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നമുക്കെന്ത് താല്പര്യം? എറണാകുളത്തും തിരിച്ചു വന്നപ്പോൾ പോലും നീ അതേപ്പറ്റി സൂചിപ്പിച്ചില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ അമ്മയോടും അങ്കിളിനോടും ഒക്കെ പറയണമായിരുന്നോ അലിന ചേച്ചി സ്റ്റാൻലി പപ്പയുടെ മോളാണെന്ന്? പറയണമെങ്കിൽ പറയാം. അമ്മ വൈകിട്ട് കോളേജിന് വന്നോട്ടെ. ശിവശങ്കരന്റെ നെറ്റി വീർത്തു. പറയണമെന്നില്ല, നീ അത് മറച്ചു വെച്ചതുപോലെ തോന്നി. ശരിയാ, മറച്ചു വെച്ചതാ. പഞ്ചസാര കൂടി ചേർത്തിട്ട് അവൾ സോസ്പാനിൽ നിന്ന് സ്റ്റീൽ കപ്പിലേക്ക് ചായ ആറ്റി. ശിവശങ്കരന്റെ ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരുന്നു. അലീന എങ്ങനെയാണ് അവളുടെ പപ്പയെ കണ്ടുപിടിച്ചത്? എന്റെ അച്ഛനാ കണ്ടുപിടിച്ചു കൊടുത്തത്. ബബിത അരിപ്പത്തവിയിൽ ചായ ഒഴിച്ച് അരിച്ചു. ശിവശങ്കരൻ ചുമരിലേക്ക് ചാരി. ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു സ്റ്റാൻലിയാണ് അലീനയുടെ അച്ഛനെന്ന്? എന്തെങ്കിലും ക്ലൂ കിട്ടിക്കാണും. ബബിത ചായ കപ്പിലേക്ക് പകർന്നു. സോസറെടുത്ത് അടിയിൽ വെച്ചു. അലീനയുടെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം. ദാ ചായ. ബബിത ശിവശങ്കരന്റെ നേർക്ക് ചായക്കപ്പ് നീട്ടി. അയാളുടെ കഴുത്തിലൂടെ വിയർപ്പുചാൽ ഒഴുകി. അയാൾ കൈ നീട്ടി ചായ വാങ്ങി. അവളുടെ മുഖത്ത് നോക്കാൻ അയാൾക്ക് ഭയം തോന്നി. ഉമിനീരിറക്കിയിട്ട് അയാൾ ചോദിച്ചു. ആരാണ് അവളുടെ അമ്മ? അങ്കിളിന്റെ അനുജത്തി, എന്റെ അമ്മ. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോന്റെ മകൾ, സാക്ഷാൽ വൈജയന്തി. അവൾ കൂസലിനെ പറഞ്ഞിട്ട് ചെറുചിരിയോടെ അയാളെ നോക്കി. തലയ്ക്കടിയിട്ടതുപോലെ സ്തംഭിച്ചു നിൽക്കുകയാണ് ശിവശങ്കരൻ. അങ്കിളെ, ചായക്ക് ചൂട് കൂടുതലാ, നാക്ക് പൊള്ളരുതേ. ശിവശങ്കരന്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണു പോയേക്കുമായിരുന്നു. അയാളത് ഗ്രാനൈറ്റ് സ്ലാബിന് മീതെ വെച്ചു. ഇനിയും ചോദിച്ചോ എന്ന മട്ടിൽ നിൽക്കുകയാണ് ബബിത. ശിവശങ്കരൻ ഒരു കൊടുങ്കാറ്റടിച്ചതുപോലെ ഉലഞ്ഞു നിന്നു. അങ്കിളിന് ഇനി എന്തെങ്കിലും ക്ലൂ വേണോ? തരാം. നീലഗിരിയിലെ അങ്കിൾ, ആഗ്ര കന്റോൺമെന്റ്, സെന്റ് ക്ലെയർ സ്കൂൾ, തിരുവനന്തപുരത്തെ രാവുണ്ണി അമ്മാവൻ, നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റൽ, കഴക്കൂട്ടത്തെ ഓർഫനേജ്,
മതിയോ? ഈർച്ചവാളിൽ കോർത്തു കിടന്ന ശരീരം വീണ്ടെടുക്കുന്നത് പോലെ അയാൾ പിന്നാക്കം നീങ്ങി വാതിൽ കടന്നു. അടുത്ത നിമിഷം തിരിഞ്ഞു നടന്നു. ബബിത ചായക്കപ്പെടുത്ത് സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും ശിവശങ്കരൻ കാറിൽ കയറി കഴിഞ്ഞു. അങ്കിളേ, ബബിത വിളിച്ചു. ആ ബാഗ് കാറിലുണ്ടെങ്കിൽ തന്നിട്ട് പോണേ, എനിക്കിവിടെ ഡ്രസ്സ് കുറവാ. അവൾ അവസാനത്തെ ആണിയും അടിച്ചു. കൃഷ്ണജ ഒരു ട്രാവൽ ബാഗും തലയിൽ വെച്ച് ഊണുമുറിയിലേക്ക് വന്നു. ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, കറുത്ത ബാഗാണ്. അവസാനം എന്നെ ബാഗ് കള്ളി എന്ന് വിളിക്കരുത്. സിനിമയിലെ ഡയലോഗിനെ അനുകരിച്ച് അവൾ പറഞ്ഞു. ബബിത കിച്ചണിലായിരുന്നു. നീ എന്തിനാ അത് പൊക്കിപ്പിടിച്ചോണ്ട് നടക്കണേ? അതെന്റേതാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇതിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇല്ലാത്ത ബാഗ് എന്റെ അലമാരത്തട്ടിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയണ്ടേ? ഞാനാ അതവിടെ വെച്ചത്. ഉടനെ അതും എഴുന്നള്ളിച്ചോണ്ട് എന്താ ഇവിടെ വഴക്ക്? വൈജയന്തി കുളിച്ച് ഈറൻ മുടിയിൽ ടവൽ ചുറ്റിക്കൊണ്ട് അവിടേക്ക് വന്നു. അമ്മേ, ഈ ബാഗ് ആരുടേതാണെന്ന് ചോദിച്ചപ്പം ബബിത ചേച്ചിക്ക് ദേഷ്യം. കൃഷ്ണജ അത് ഊണുമേശയിൽ വെച്ചു. നിന്റേതാണോടി? വൈജയന്തി ചോദിച്ചു. അതെ. ഇത് എവിടുന്ന് വന്നു? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ദേ, അമ്മ ചോദിച്ചപ്പം വായിൽ നാക്കില്ല, എന്റെ അടുത്ത് ചാടിക്കടിക്കാൻ വന്നു, കൃഷ്ണജ പറഞ്ഞു. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടോ? ഇല്ലല്ലോ. ദേഷ്യപ്പെട്ടു. അയ്യോടെ കള്ളി, നുണ പറയുന്നോ? ദേഷ്യപ്പെട്ടെങ്കിൽ സോറി. ബബിത ക്ഷമാപണം നടത്തി. ഇതാര് കൊണ്ടുവന്നടി? വൈജയന്തി തിരക്കി. അമ്മേ, ഇത് ഞാൻ അലിനി ചേച്ചിയുടെ കൂടെ പോയപ്പോ കൊണ്ടുപോയ ബാഗാണ്. അവിടുന്ന് അലിനി ചേച്ചി ഇപ്പം കൊടുത്തയച്ചതാ. ആരുടെ കയ്യിൽ കൊടുത്തയച്ചു? ഡ്രൈവറുടെ കയ്യിൽ. ബബിത ഒരൊഴുപ്പൻ മട്ടിൽ പറഞ്ഞു. അയാൾ എങ്ങനെ വന്നു? കാറിൽ. ഇതിലാണോ നിന്റെ ഡ്രസ്സെല്ലാം? എല്ലാം എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല, 5-6 ജോഡി കാണും. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോ ഒത്തിരി ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ. അലിനി ചേച്ചി 2 ജോഡി വാങ്ങിത്തന്നു. പിന്നെ സ്റ്റാൻലി പപ്പ കുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ എനിക്കും 2 ജോഡി തന്നു. സ്റ്റാൻലി തന്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തുവോ? വൈജയന്തി വിസ്മയം പൂണ്ടു. ആഗ്രയിൽ വെച്ച് സ്റ്റാൻലി ആദ്യമായി വാങ്ങിത്തന്ന സാരിയുടെ നിറവും ഡിസൈനും ഇപ്പോഴും ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല. മെറൂൺ കളറുള്ള ഒരെണ്ണം, അതിൽ അവിടെവിടെ പിങ്ക് റോസാപ്പൂക്കളുടെ പ്രിന്റ്, മുന്താണി നിറയെ റോസാപ്പൂക്കൾ. അതിന്റെ ബോർഡർ ഇളം മഞ്ഞയായിരുന്നു. അതൊരു ഷിഫോൺ സാരിയായിരുന്നു എന്നും ഓർക്കുന്നു. ഒരു ക്രിസ്മസ് പിറ്റേന്നായിരുന്നു സ്റ്റാൻലി അത് സമ്മാനിച്ചത്. ജീപ്പിലിരിക്കെ അതിന്റെ കവർ തുറന്ന് സാരി എടുത്ത് തന്റെ തോളത്തുകൂടി വിടർത്തിയിട്ട് ഒരു ഷാൾ പോലെ പുതപ്പിച്ചു. ആഗ്രയിൽ മഞ്ഞുകാലം അതിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുകയാണ്. ആ സാരിക്കൊരു ഇളം ചൂടുണ്ടായിരുന്നു. സ്റ്റാൻലി തനക്ക് പുടവ തന്നതുപോലെയൊരു അനുഭൂതിയായിരുന്നു. മന്ത്രകോടിയാണോ? തമാശ മട്ടിൽ ചോദിച്ചു. മന്ത്രകോടി വേറെ തരാം, അതൊരു ഉഗ്രൻ ചടങ്ങായിരിക്കും. ഇതുപോലെയല്ല. ബബിത ചേച്ചിയുടെ ബാഗ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഒരു കാർ അവിടുന്ന് ഇവിടം വരെ ഓടിയെന്നോ? കൃഷ്ണയുടെ വിസ്മയം കലർന്ന ചോദ്യം വൈജയന്തിയെ ഓർമ്മയിൽ നിന്നുണർത്തി. എന്താ ഓടിയാൽ? ബബിത തർക്കിക്കുന്നു. അലിനി ചേച്ചിക്ക് വട്ട. ആ കാറിന് പെട്രോൾ അടിച്ച പൈസ ഉണ്ടെങ്കിൽ നല്ല പുത്തൻ ഡ്രസ്സും ബാഗും ഇവിടെ മേടിക്കായിരുന്നല്ലോ. ഇതുമായിട്ട് വന്നയാൾക്ക് നീ വല്ലതും കൊടുത്തോ? വൈജയന്തി ചോദിച്ചു. ചായ കൊടുത്തു, ബബിത എങ്ങും തൊടാതെ പറഞ്ഞു. നീ എന്തിനാ ബാഗ് കൃഷ്ണമോളുടെ അലമാരയിൽ കൊണ്ടുവച്ചത്? എന്റെ റൂമിൽ വെച്ചാ പോരായിരുന്നോ? അവിടല്ലേ നിന്റെ ബാക്കി ഡ്രസ്സെല്ലാം. അപ്പോഴത്തെ എളുപ്പത്തിന് അങ്ങോട്ട് വച്ചതാ, ബബിത പറഞ്ഞു. പിന്നീട് രാത്രി കിടക്കാൻ നേരം വൈജയന്തി ചോദിച്ചു. നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചേ. ബബിത ബാഗ് തുറന്ന് എല്ലാം എടുത്ത് പുറത്തിട്ടു. ഇതിലേതാണ് സ്റ്റാൻലി വാങ്ങിത്തന്നത്? ബബിത ആ 2 ജോഡിയും വൈജയന്തിക്ക് കാട്ടിക്കൊടുത്തു. വൈജയന്തി അത് കയ്യിലെടുത്ത് തെരുപ്പിടിച്ച് ഭംഗി നോക്കി. ഇത് കൊള്ളാമല്ലോ. പിന്നെ അമ്മയെന്ത് വിചാരിച്ചു? സ്റ്റാൻലി പപ്പ എനിക്ക് മോശം ഡ്രസ്സ് വാങ്ങിത്തരുവോ? വൈജയന്തി കണ്ണുകളുയർത്തി മകളെ നോക്കി. പിന്നെ ഏതോ ഓർമ്മയിൽ മുഴുകി. 2 നിമിഷത്തിന് ശേഷം ചോദിച്ചു. അലീനയ്ക്ക് സ്റ്റാൻലി ഇതുപോലെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അലിനി ചേച്ചി എന്ത് ചോദിച്ചാലും കൊടുക്കും. അലിനി ചേച്ചി ഒന്നും ചോദിക്കാറില്ല എന്നാണ് പപ്പയുടെ പരാതി. സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇല്ലേ. അലിനി ചേച്ചിയുടെ ബെഡ്റൂം ഒന്ന് കാണണം. 2 മുറിയുടെ വലിപ്പമുണ്ട്. AC, TV, മിനി ഫ്രിഡ്ജ്, CD പ്ലെയർ, സ്റ്റീരിയോ സെറ്റ്, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാ. അത്രയും സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേ, അമ്മക്ക് പിന്നെ സംശയം. അതിനുള്ള ജോലി അലിനി ചേച്ചി അവിടെ ചെയ്യുന്നുണ്ടമ്മേ. സ്റ്റാൻലി പപ്പയുടെ ബംഗ്ലാവിലും എസ്റ്റേറ്റിലും എന്തൊരു വെട്ടിപ്പും അഴിമതിയുമാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? അലിനി ചേച്ചി ചില ഭരണപരിഷ്കാരമൊക്കെ ഏർപ്പെടുത്തി. അതോടെ തട്ടിപ്പും വെട്ടിപ്പും നിന്നു. 10,000-കണക്കിന് രൂപയാ സ്റ്റാൻലി പപ്പയ്ക്ക് ലാഭം. എന്നിട്ടും വൈജയന്തിയുടെ കണ്ണിൽ നിന്ന് സംശയത്തിന്റെ നിഴൽ മാഞ്ഞില്ല. അമ്മയുടെ സംശയം ഒരു കണക്കിൽ ന്യായമാ, ബബിത പറഞ്ഞു. ഒരു കൊച്ചു തോട്ടം മുതലാളി, ഭാര്യയും മക്കളും പിരിഞ്ഞു ജീവിക്കുന്ന
എക്സ് മിലിറ്ററി ഓഫീസർ. മറുവശത്ത് സുന്ദരിയായ യുവതി. സുന്ദരിന്ന് എഴുതി ഒട്ടിക്കണം. അരുണി ചേച്ചി സുന്ദരിയല്ലേ അമ്മേ? അവള് സുന്ദരിയാണെങ്കിൽ സുന്ദരിമാരെല്ലാം എവിടെ പോയി നിൽക്കണം? ആ രേവതിക്കുട്ടിയെ കാണാൻ അവളെക്കാൾ എന്തു ഭംഗിയാ. നിന്റെ 7 എഴുത്ത് വരുവോ അവൾ? നിന്റെ പാതി നിറമെങ്കിലും ഉണ്ടോ? കൈകൊട്. ബബിത കിടക്കയിലിരുന്ന് വൈജയന്തിയുടെ നേർക്ക് കൈനീട്ടി. എന്തിന്? ഞാൻ സുന്ദരിയാണെന്ന് സമ്മതിച്ചു തന്നല്ലോ. ബബിത വൈജയന്തിയുടെ കൈ ബലമായി പിടിച്ചു കുലുക്കി. നാളെ ഞാൻ ശർക്കരയും തേങ്ങയും ഇഷ്ടം പോലെ അകത്തു വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കി തരാം കേട്ടോ. പക്ഷേ ഇനി വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പറയണേ. ഒന്ന് പോടി കൊഞ്ചാതെ. വൈജയന്തി ദേഷ്യപ്പെട്ടു. കൃഷ്ണമോളും പറഞ്ഞു നിനക്കീയിടെ ഇത്തിരി കൊഞ്ചല് കൂടുതലാണെന്ന്. അല്ലെങ്കിൽ അവളല്ലേ ഇവിടെ എന്റെ കൂടെ കിടക്കേണ്ടത്? അവളല്ലേ ഇളയവൾ? അമ്മ അവളെയും കൂടി വിളിച്ചോ. എന്നിട്ട് ഞങ്ങൾ രണ്ടിനെയും ഇടത്തും വലത്തുമായിട്ട് കിടത്ത്. എനിക്കങ്ങനെ ആരും തൊട്ട് കിടക്കുന്നത് പോലും ഇഷ്ടമുള്ളതല്ല. പിന്നെ എന്തിനാ എന്നെ പിടിച്ച് കൂടെ കിടത്തിയത്? കിടത്തിയതാണോ? നീ ഇവിടെ വന്ന് കൂടിയതല്ലേ? പണ്ട് തണുപ്പ് കാലത്ത് കൊല്ലപ്പള്ളി വെച്ച് ഒരു പൂച്ച ഇങ്ങനെ പതുങ്ങി വന്ന് എന്റെ കാൽച്ചോട്ടിൽ കിടക്കുമായിരുന്നു. ഞാൻ തൊഴിച്ചെറിയും. വൈജയന്തി തലയിണ ശരിയാക്കി വെച്ചിട്ട് ബെഡിൽ വന്നിരുന്നു മുടിക്കെട്ടഴിച്ചു. അമ്മയ്ക്ക് അലിനി ചേച്ചിയുടെ കഥ കേൾക്കാൻ വേണ്ടിയല്ലേ ഈ പൂച്ചയെ തൊഴിച്ചെറിയാത്തത്? ബബിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എനിക്ക് അവളുടെ കഥ കേൾക്കാഞ്ഞിട്ടല്ലേ? പിന്നെ ആരുടെ കഥ കേൾക്കാനാ? സ്റ്റാൻലി പപ്പയുടെയാ? വൈജയന്തി മുഖം വിട്ട് തിരിച്ച് ബബിതയെ നോക്കി. അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നേ? നെഞ്ചിനുള്ളിലൊരു തീപ്പൊള്ളൽ. സ്റ്റാൻലിയുടെ കഥ കേൾക്കേണ്ട കാര്യം എനിക്കെന്താ? സ്റ്റാൻലി എന്റെ ആരാ? ഓ അത് ശരിയാണല്ലോ. എനിക്ക് സ്റ്റാൻലി പപ്പയെ ഇഷ്ടമാണെന്ന് വെച്ച് അമ്മ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അല്ലെങ്കിലും സ്റ്റാൻലി പപ്പയെ കണ്ടാൽ ആർക്കും പെട്ടെന്ന് ഇഷ്ടം തോന്നില്ല. തടിച്ചു ചീർത്ത 6.25 അടി പൊക്കവും ഉണ്ടക്കണ്ണും ഒരു കാളക്കൂറ്റൻ അല്ലേ അമ്മേ? ആ ഞാൻ ശരിക്കും കണ്ടില്ല. ഭയങ്കര മൊരട് സ്വഭാവമാണെന്നാ എല്ലാവരും കരുതിയേക്കുന്നെ. വൈജയന്തി മിണ്ടിയില്ല. പക്ഷേ പപ്പ ചെറുപ്പത്തിൽ നല്ല സുന്ദരനായിരുന്നെന്ന് അലിനി ചേച്ചി പറഞ്ഞു. അവൾക്കിങ്ങനെ അറിയാം? പപ്പയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയൊക്കെ അലിനി ചേച്ചി കണ്ടിട്ടുണ്ട്. വൈജയന്തിയുടെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. സ്റ്റാൻലിക്ക് അന്നേ ചില ഫോട്ടോ ആൽബങ്ങൾ ഉണ്ടായിരുന്നു. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോകൾ സൂക്ഷിക്കുന്ന ഡയറി സൈസിലുള്ള ആൽബങ്ങൾ. താനും സ്റ്റാൻലിയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ അവയിലായിരുന്നു സൂക്ഷിച്ചു വച്ചിരുന്നത്. അതെല്ലാം സ്റ്റാൻലിയുടെ കൈവശം ഇപ്പോഴും ഉണ്ടോ? താനും സ്റ്റാൻലിയും ഒന്നിച്ചുള്ളതും താൻ ഒറ്റയ്ക്കുള്ളതുമായ കുറേയധികം ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അവയെല്ലാം സ്റ്റാൻലി അലീനയെ കാണിച്ചിട്ടുണ്ടാവുമോ? തന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സ്റ്റാൻലി അവളോട് പറഞ്ഞിട്ടുണ്ടാകുമോ? നീ കണ്ടോ സ്റ്റാൻലിയുടെ ഫോട്ടോ? വൈജയന്തി ഉദ്യോഗത്തോടെ തിരക്കി. ഞാനെങ്ങനെ കാണാനാ? അലിന ചേച്ചി പപ്പയുടെ തറവാട്ട് ചെന്നപ്പോഴാ കണ്ടത്. അവിടുത്തെ ആൽബത്തിൽ സ്റ്റാൻലി പപ്പ ചെറുപ്പക്കാരനായി മിലിറ്ററി യൂണിഫോമിൽ നിൽക്കുന്ന പടങ്ങളുണ്ട്. വൈജയന്തിക്ക് ആശ്വാസമായി. പപ്പയെ കണ്ട ഗൗരവക്കാരനാണെങ്കിലും കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കുകയും ചിരിക്കുകയും കഥ പറയും ഒക്കെ ചെയ്യും. കഥയോ? എന്ത് കഥ? കഥ പറഞ്ഞു തരാൻ നിങ്ങളെന്താ കൊച്ചുകുട്ടികളോ? കഥ എന്ന് വെച്ചാൽ പപ്പ മിലിറ്ററിയിലായിരുന്ന കാലത്തെ കഥകൾ. അമ്മയ്ക്കറിയോ? സ്റ്റാൻലി പപ്പയ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു. വൈജയന്തി നടുങ്ങിപ്പോയി. അവളുടെ ഹൃദയം സ്തംഭിച്ചു. ചെവികളിലേക്ക് ചോര ഇരുമ്പിക്കയറി. അതൊന്ന് കേൾക്കേണ്ട കഥയാ കേട്ടോ. ബബിത അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അല്പം കഴിഞ്ഞാണ് വൈജയന്തിക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയത്. എനിക്ക് കേൾക്കണ്ട വല്ലവരുടെയും പ്രേമകഥ. മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കോ? സ്റ്റാൻലി പപ്പ അന്ന് നല്ല മൂഡിലായിരുന്നു. ബ്രാൻഡിയൊക്കെ കുടിച്ച് മിനിങ്ങിയിരുന്ന നേരം. അലീന ചേച്ചി ചോദിച്ചു, പപ്പയ്ക്ക് ചെറുപ്പത്തിൽ, അതായത് കല്യാണത്തിന് മുൻപ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോന്ന്. വേറൊന്നും അവൾക്ക് ചോദിക്കാൻ കണ്ടില്ലേ? ചുമ്മാ ഒരു തമാശക്ക് ചോദിച്ചതാമേ. വൈജയന്തിയുടെ നെഞ്ച് വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവർ മുറിയിലെ ലൈറ്റ് കെടുത്തി. തന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ബബിത കാണരുത്. അമ്മ എന്തിനാ ലൈറ്റ് അണച്ചത്? വെറുതെ എന്തിനാ ലൈറ്റ് ഇട്ടോണ്ടിരിക്കുന്നേ? നമ്മൾ ഉറങ്ങാൻ പോവുകയല്ലേ. ആ 0 ബൾബ് തെളിക്ക്. വൈജയന്തി മനസ്സില്ലാ മനസ്സോടെ 0 വോൾട്ട് ബൾബ് തെളിച്ചു. അന്ന് പപ്പ ആഗ്രോ കണ്ടോൺമെന്റിലാ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അക്കാലത്ത് അവിടെ വെച്ച് ഒരു മലയാളി പെണ്ണിനെ പരിചയപ്പെട്ടു. വൈജയന്തിക്ക് വീണ്ടും ശ്വാസം നിലച്ചു. ആരെ? അവൾ വിക്കി. പറയാം. അമ്മയ്ക്കെന്താ ഇത്രയ്ക്ക് ക്യൂരിയോസിറ്റി? കഥ കേൾക്കണ്ടെന്ന് പോലും പറഞ്ഞ ആളാ. വൈജയന്തി നാവടച്ചു. പപ്പ പ്രേമിച്ച പെണ്ണ് ഒത്തിരി സുന്ദരിയായിരുന്ന സ്റ്റാൻലി പപ്പ പറഞ്ഞത്. അയ്യോ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നെ കണ്ട അമ്മയെപ്പോലെ തന്നെയാണെന്ന് സ്റ്റാൻലി പപ്പ പറഞ്ഞു. വീണ്ടും ഒരു നടുക്കം കൂടി. എപ്പോ പറഞ്ഞു? എന്നെ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു. അതെങ്ങനെ സ്റ്റാൻലിക്ക് മനസ്സിലായി? സ്റ്റാൻലി എന്നെ അതിനു ശേഷമല്ലേ കണ്ടത്, ഹോട്ടലിൽ വെച്ച്? അത് ശരിയാണല്ലോ. ആ ഇപ്പൊ കിട്ടി. അമ്മയുടെ ഫോട്ടോ
കണ്ടിട്ടുണ്ട് പപ്പ. എന്റെ ഫോട്ടോ എവിടെ വെച്ച്? വൈജയന്തിയുടെ ഒച്ച ചിലമ്പി. അവളുടെ മനസ്സിൽ സ്റ്റാൻലി കൈവശം സൂക്ഷിച്ചിരുന്ന തന്റെ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. താജ്മഹലിലും റെഡ് ഫോർട്ടിലും വെച്ചെടുത്ത ധാരാളം ഫോട്ടോകൾ ഉണ്ടായിരുന്നു അന്ന് സ്റ്റാൻലിയുടെ കയ്യിൽ. അമ്മയെ അലിനി ചേച്ചിയുടെ കയ്യിൽ അമ്മയുടെ ഫോട്ടോയുണ്ട്. വൈജയന്തിക്ക് പ്രാണവായു കിട്ടി. അവളുടെ കയ്യിൽ എങ്ങനെ കിട്ടി എന്റെ ഫോട്ടോ? രോഹിയേട്ടനോടോ മറ്റോ ചോദിച്ചു വാങ്ങിയതാ. അമ്മയുടെ മാത്രമല്ല, അച്ഛന്റെയും ഉണ്ട്, എന്റെയും ഉണ്ട്, കൃഷ്ണമോളിയും ഉണ്ട്, രോഹിയേട്ടന്റെയും ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. അതെല്ലാം അവൾ സ്റ്റാൻലിയെ കാണിച്ചിട്ടുണ്ടോ? വൈജയന്തിക്ക് വീണ്ടും ശങ്കയേറി. അലീന സ്റ്റാൻലിയെ തന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി തന്നെ തിരിച്ചറിയാതിരിക്കില്ല. ആ തിരിച്ചറിവിൽ സ്റ്റാൻലി പൂർവ്വകഥകൾ അലീനോട് പറയാതെയും ഇരിക്കില്ല. ഞാൻ അവിടെ ചെന്നയെന്ന അലീന ചേച്ചി സ്റ്റാൻലി പപ്പയെ ആ ഫോട്ടോസ് കാണിച്ചത് ഞാനും അമ്മയും തമ്മിലുള്ള സാമ്യം കാണിക്കാൻ വേണ്ടി. വീണ്ടും ഒരിക്കൽ കൂടി വൈജയന്തി ശ്വാസം എടുത്തു. എന്നിട്ട് ബാക്കി കഥ കൂടി കേൾക്കേണ്ടേ അമ്മയ്ക്ക്? സ്റ്റാൻലി പപ്പ എന്ത് ചെയ്തെന്നറിയോ? ആരും അറിയാതെ സ്നേഹിച്ച പെണ്ണിനെ അങ്ങ് കെട്ടി. രജിസ്റ്റർ മാരേജ്. എന്നിട്ട് ആഗ്രയ്ക്കടുത്ത് ഏതോ ഒരു സ്ഥലത്ത് വാടക വീടെടുത്ത് അവളെ താമസിപ്പിച്ചു. ഭയങ്കരൻ. എന്തൊരു ധൈര്യമാണെന്ന് നോക്കണേ രണ്ടെണ്ണത്തിനും. ആ പെണ്ണിന് അവിടെ എവിടെയോ ഉണ്ടായിരുന്ന ജോലിയും കൂടി രാജിവെച്ചിട്ടാ ഈ കാട്ടായം. രക്തമല്ല, പ്രാണികളാണ് ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നത്. അവ തന്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. വൈജയന്തി ഇരുട്ടിൽ കിടന്ന് ഞെളിപിരി കൊണ്ടു. സഞ്ജയ് പ്ലേസിലെ വാടക വീട് തൊട്ടടുത്ത മുറിയാണെന്ന് അവൾക്ക് തോന്നി. ഒരു ചുമരിനപ്പുറത്ത് സ്റ്റാൻലി ഉണ്ട്. അയാൾ സ്നേഹിച്ച പെണ്ണുണ്ട്. അവർ ഒന്നിച്ച് ജീവിച്ച കാലമുണ്ട്. അന്നത്തെ തട്ടുമുട്ട് ശബ്ദങ്ങൾ പോലും കേൾക്കാം. ജോലിക്കാരി പെണ്ണ് പാത്രങ്ങൾ കഴുകുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴെ വീണുടഞ്ഞിരിക്കുന്നു. നിശബ്ദത. മേംസാവ് കേട്ടുവോ എന്ന് കാതോർക്കുകയാണ് അവൾ. തെരുവിലൂടെ പൂവിൽപ്പനക്കാരി പൂക്കളുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. തങ്ങളുമായി ഒരേ മുറ്റം പങ്കിടുന്ന ഹൗസ് ഓണറുടെ ഭാര്യ പൂവിൽപ്പനക്കാരിയെ വിളിച്ചു നിർത്തി ജമന്തിപ്പൂവിന് വിലപേശുന്നു. എന്നിട്ടമ്മേ, അവര് കുറെ കാലം ഒന്നിച്ച് ജീവിച്ചു. സ്റ്റാൻലി പപ്പ രജിസ്റ്റർ മാരേജ് കഴിച്ച പെണ്ണ് പ്രസവിക്കാറായി. സ്റ്റാൻലി പപ്പയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്. അതറിയില്ലല്ലോ അമ്മയ്ക്ക്? ഇല്ല. വൈജയന്തി ഉമിനീരിറക്കി. അത് തന്റെ സ്വരമല്ലെന്ന് വൈജയന്തിക്ക് തോന്നി. വേറെ ഏതോ സ്ത്രീ തന്റെ ജഡത്തിലിരുന്ന് സംസാരിക്കുകയാണ്. താൻ സഞ്ജയ് പ്ലേസിലെ വാടക മുറിയിൽ നിറവയറും താങ്ങി നടക്കുകയാണ്. ലാലിച്ചൻ, ബബിത മന്ത്രിച്ചു. വൈജയന്തിയുടെ ദേഹമാസകലം കുളിർ കോരിയിട്ടു. അങ്ങനെയിരിക്കെ ആ പെണ്ണിനൊരു നിർബന്ധം. പ്രസവത്തിന് മുൻപ് ഒറിജിനൽ കല്യാണം നടത്തണം. അതും വീട്ടുകാർ അറിഞ്ഞു തന്നെ നടത്തണം. രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുമോ എന്ന ഭയമുണ്ട്. എന്തായാലും സ്റ്റാൻലി പപ്പ വീട്ടുകാരുമായി സംസാരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയതാ. വീട്ടിൽ ചെന്ന് കല്യാണക്കാരും പറഞ്ഞ് പപ്പ വീട്ടുകാരുമായി തെറ്റി. അവിടുന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി. എവിടെയോ പോയി മൂക്കറ്റം കുടിച്ചു. പിന്നെ വീട്ടുകാർ സ്റ്റാൻലി പപ്പിയെ കാണുമ്പം എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ഐസിയുവിൽ ബോധമില്ലാതെ കിടക്കുക. കാലും വാരിയലുമൊക്കെ ഒടിഞ്ഞ് തലയും നട്ടെല്ലും പൊട്ടി. അങ്ങനെ. ഇത് വൈജയന്തിക്ക് പുതിയ അറിവാണ്. അവൾ ഉദ്വേഗഭരിതിയായി ബബിതയുടെ നേർക്ക് മുഖം തിരിച്ചു. 3 മാസത്തോളം സ്റ്റാൻലി പപ്പ കോമയിൽ കിടന്നു. ബോധം വീണ്ടു കിട്ടിയപ്പോ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അപ്പോളോയിലോ മറ്റോ ആയിരുന്നു ചികിത്സ. അവിടെ കുറെ മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ തിരുവനന്തപുരത്തെ മിലിറ്ററി ഹോസ്പിറ്റലിൽ. തനിയെ എഴുന്നേറ്റ് നടക്കാൻ 1 വർഷത്തോളം എടുത്തു. തിരിച്ച് ആഗ്രയിൽ ചെന്നപ്പം സ്നേഹിച്ച പെണ്ണുമില്ല, പിടക്കോഴിയുമില്ല, വാടകമേടുമില്ല, ഒന്നുമില്ല. പെണ്ണിനെ അവളുടെ വീട്ടുകാർ വന്ന് ബലമായി പിടിച്ചുകൊണ്ടു പോയത്രേ. സ്റ്റാൻലി പപ്പ അവളെ തേടി പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. അവരുടെ അച്ഛനും ആങ്ങളമാരും കൂടി ആട്ടി ഓടിച്ചു. പപ്പ തിരിച്ച് ആഗ്രയിലെത്തി. കുറെ അന്വേഷണം നടത്തി. കുറെ കാലം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് അവളെപ്പറ്റി അന്വേഷിച്ചു. അപ്പോഴേക്കും അവളുടെ കല്യാണം കഴിഞ്ഞു. ഇല്ല, ഇതൊന്നുമല്ല സത്യം. പച്ചക്കള്ളം. ഞാൻ വിശ്വസിക്കത്തില്ല. വൈജയന്തി ഒരു നിമിഷം സ്വയം മറന്ന് പൊട്ടിത്തെറിച്ചു. അമ്മേ, ബബിത വിളിച്ചു. അമ്മ എന്തായി പറയുന്നേ? അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഇത് പച്ചക്കള്ളമാണെന്ന്? ഹിമക്കാറ്റടിച്ചാൽ എന്ന പോലെ വൈജയന്തി അടിമുടി വിറച്ചു. അവൾ സ്ഥലകാല ബോധമില്ലാത്തവളെ പോലെ പകച്ചിരുന്നു. ബബിത അവളുടെ തോളത്ത് പിടിച്ച് മെല്ലെ ഉലച്ചു. അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? അല്ല, കുട്ടികളോട് ഓരോ കള്ളക്കഥയൊക്കെ പറഞ്ഞ് അവരെ വെറുതെ. വൈജയന്തി വിക്കി. അമ്മയ്ക്ക് എങ്ങനെ അറിയാം കള്ളക്കഥയാണെന്ന്? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. പക്ഷെ ഇത് സത്യമാണമ്മേ. ലോകത്തിങ്ങനെ എന്തെല്ലാം നടക്കുന്നു. സ്റ്റാൻലി പപ്പ കല്യാണം കഴിച്ചിട്ട് 21.5 വർഷമേ ആയിട്ടുള്ളൂ. അതായത് ആ സംഭവങ്ങളെല്ലാം നടന്ന് 2 വർഷം കൂടി കഴിഞ്ഞിട്ടായിരുന്നു പപ്പയും എൽസമ്മ ആന്റിയും തമ്മിലുള്ള വിവാഹം. വൈജയന്തിക്ക് ഇനി ഇരിക്കാൻ വയ്യ. അവൾ കിടക്ക് വിട്ട് എഴുന്നേറ്റു.
മേശപ്പുറത്തിരുന്ന വാട്ടർ ബോട്ടിൽ നിന്ന് കുറെ വെള്ളം കുടിച്ചു. ആരാണ് തന്നെ ചതിച്ചത്? ആരാണ് തന്നോട് കൊടിയ ക്രൂരത കാട്ടിയത്? സ്റ്റാൻലി ആണെന്നാണല്ലോ താൻ ഇതുവരെ ധരിച്ചു വച്ചിരുന്നത്. വൈജയന്തി പരവശിയായി. ബബിത പറയുന്നതൊക്കെ സത്യമാണോ? അമ്മ എന്താ എണീറ്റു പോയത്? ബബിത ചോദിക്കുന്നു. സ്റ്റാൻലി ആദ്യം രജിസ്റ്റർ മാരേജ് ചെയ്ത പെണ്ണ് ആരാണെന്ന് നിന്നോട് പറഞ്ഞോ? അതുമാത്രം എത്ര ചോദിച്ചിട്ടും പപ്പ പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. ഞങ്ങളത് അറിഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം? 24 വർഷം മുമ്പത്തെ സംഭവമല്ലേ? പക്ഷേ പപ്പ വാ തുറക്കത്തില്ല. വൈജയന്തി ദീർഘശ്വാസം എടുത്തു. സ്റ്റാൻലി എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് വൈജയന്തി ഊഹിച്ചു. വൈജയന്തിയുടെ മക്കളോട് സ്റ്റാൻലിക്ക് അത് പറയാൻ പറ്റില്ല. സ്റ്റാൻലി പിന്നീട് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചതേയില്ല? മേശക്കരികെ നിന്നുകൊണ്ട് വൈജയന്തി ചോദിച്ചു. അതല്ലേ പറഞ്ഞത്, സ്റ്റാൻലി പപ്പ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും അവരുടെ കല്യാണം കഴിഞ്ഞു. എന്നാലും എന്നാലും അന്വേഷിക്കാമായിരുന്നല്ലോ. അവളോട് സത്യം പറയാമായിരുന്നല്ലോ. അവൾ പ്രസവിച്ച കുഞ്ഞിന് എന്തു പറ്റിയെന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ. വൈജയന്തിയുടെ തൊണ്ടയിടറി. ഇനി സംസാരിക്കുന്നത് അപകടമാണെന്ന് തോന്നിയതിനാൽ അവിടെ നിർത്തി. അമ്മേ, അതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? സ്നേഹിച്ച പെണ്ണ് കൈവിട്ടുപോയി. അവൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി കഴിഞ്ഞു. ചോദിക്കാനും പറയാനും ചെന്നാൽ അവരുടെ ജീവിതം നശിച്ചു പോവില്ലേ? സ്റ്റാൻലി പപ്പ മാന്യനായതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ ആരോടും മിണ്ടാതെ തിരിച്ചുപോയി. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തൊരു ട്രാജഡിയാ അല്ലേ അമ്മേ? പറഞ്ഞിട്ടെന്താ ഫലം? വൈജയന്തി വീർപ്പടക്കി. ഹൃദയത്തിനുള്ളിൽ ഒരു സങ്കടക്കടൽ അലതല്ലുന്നുണ്ട്. ഇത്രയും കാലം താൻ നിഴലിനോടാണ് യുദ്ധം ചെയ്തതെന്ന് അവൾ തിരിച്ചറിയുന്നു. സ്റ്റാൻലിയോടായിരുന്നു അവളുടെ വീറും പകയും. സ്റ്റാൻലി എന്നൊരു വിഗ്രഹത്തെ പുരുഷകുലത്തിന്റെ പ്രതീകമാക്കി നിർത്തി അവൾ ആ വംശത്തെ മുഴുവൻ വെറുത്തു. ഇപ്പോൾ ആ വിഗ്രഹത്തിന്റെ പുറംപാളികൾ അടർന്നു വീണിരിക്കുന്നു. ഉള്ളിലെ തേജോമായ രൂപം ഉയരാർന്ന് വെട്ടിത്തിളങ്ങുന്നു. വൈജയന്തി പരവശിയായി കിടക്കയിൽ ചെന്നിരുന്നു. അമ്മ കിടന്നോ? ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. സ്റ്റാൻലി പപ്പയുടെ കഥ കേട്ടിട്ട് അമ്മയ്ക്ക് മൂഡൌട്ടായി. ഞാൻ എന്തിനാ മൂഡൌട്ടാവുന്നേ? അതും വല്ലവരുടെയും കഥ കേട്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വൈജയന്തി ഇല്ലാത്ത കോട്ടുവായി ഇട്ടുകൊണ്ട് തലയിണയിലേക്ക് തലചായ്ച്ചു കിടന്നു. ബബിത പിന്നിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പതിവ് പോലെ ചുമലിലും മുടിയിലും തലോടി. വൈജയന്തിയുടെ നെഞ്ചിൽ പൊട്ടിക്കരച്ചിലിന്റെ ഒരു ചുഴി കിടന്നു കറങ്ങി. ബബിത ഞെട്ടി ഉണർന്നു. ആദ്യം അവൾക്ക് സ്ഥലം ഏതെന്ന് മനസ്സിലായില്ല. മണലിലേക്ക് വീഴുന്ന വെള്ളം പോലെ അവളുടെ ഓർമ്മയിൽ നിന്ന് ഒരു സ്വപ്നം വറ്റിപ്പോയിക്കൊണ്ടിരുന്നു. അതിന്റെ അവസാന ഭാഗം പോലും അവൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ അമ്മയില്ലെന്ന് കണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു. 0 വോൾട്ട് ബൾബിന്റെ വെളിച്ചമുണ്ട്. അവൾ വാതിലിന് നേർക്ക് നോക്കി. അത് അടച്ചിട്ടിരിക്കുകയാണ്. ടൈം പീസിൽ സമയം 2 മണി. ബബിത വാതിലിനടുത്ത് ചെന്നപ്പോൾ ടോയ്ലറ്റിൽ നിന്നും അമർത്തിപ്പിടിച്ച് കരയുന്ന പോലെ ശബ്ദം കേട്ടു. അവൾ കാതോർത്തു. ഉവ്, കരച്ചിലിന്റെ ശബ്ദം കേൾക്കാനുണ്ട്. അവൾക്ക് മനസ്സിലായി, അമ്മയുടെ ഹൃദയം ഉരുകുകയാണ്. അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. പക്ഷേ സത്യത്തിലേക്ക് പതിയെ പതിയെ അമ്മയെ അടുപ്പിച്ചു കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് അവൾ ഓർത്തു. അമ്മേ, ബബിത വിളിച്ചു. കുളിമുറിക്കുള്ളിൽ നനഞ്ഞ തറയിൽ ചുമരിലേക്ക് ചാരി വിങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന വൈജയന്തി പെട്ടെന്ന് കാൽമുട്ടുകളിൽ നിന്ന് മുഖമുയർത്തി. ചുമരിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കാലുകൾ മരവിച്ചതിനാൽ അവൾക്കതിന് കഴിഞ്ഞില്ല. നിലത്ത് കൈകൾ ഊന്നി ബന്ധപ്പെട്ട് അവൾ എഴുന്നേറ്റു. വാഷ് ബേസിന്റെ ടാപ്പ് തുറന്ന് മുഖം കഴുകാൻ തുടങ്ങി. അമ്മേ, ബബിതയുടെ വിളിയച്ച വീണ്ടും കേട്ടു. മുഖം കഴുകുന്നത് നിർത്തിയിട്ട് വൈജയന്തി വാതിൽ തുറന്നു. അമ്മ എപ്പോഴാ എഴുന്നേറ്റ് പോയത്? ഇപ്പം. നേരം വെളുത്തില്ലല്ലോ. പല്ലുതേപ്പും മുഖം കഴുകലും ഒക്കെ കഴിഞ്ഞോ? കണ്ണിലെന്തോ പോയി, അതുകൊണ്ടാ. വൈജയന്തിയുടെ ഒച്ച അടഞ്ഞിരുന്നു. കരഞ്ഞു തിണർത്ത മുഖവും കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോഴേ ബബിതയ്ക്ക് മനസ്സിലായി, അമ്മ ഒട്ടും ഉറങ്ങിയിട്ടില്ല. താൻ ഉറങ്ങിയ പാട് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കതകടച്ചിട്ടുണ്ടാവണം. വൈജയന്തി കിടക്കയിൽ ചെന്ന് കിടന്നു. ബബിത അവളെ പുതപ്പിച്ച് കെട്ടിപ്പിടിച്ചു. വൈജയന്തിയുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. കൊല്ലപ്പള്ളിയിൽ പോയി ശിവേട്ടനെ കണ്ട് 24 വർഷം മുമ്പ് ഏത് ഗൂഢാലോചനയാണ് അവർ നടത്തിയതെന്ന് ചോദിക്കണം. നീലഗിരിയിലേക്ക് വിളിച്ച് ഗംഗേട്ടനോട് ഇവിടം വരെ വരാൻ പറയണം. സ്റ്റാൻലിയെ പറ്റി ബബിത പറഞ്ഞതാണ് സത്യമെങ്കിൽ കുളത്തൂപ്പുഴയിൽ ചെന്ന് സ്റ്റാൻലിയെ കാണുകയും വേണം. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.